CTET Preparation, Food and Nutrition. Hello future teachers. Welcome back to our CTET Preparation series. Hello, ഭാവി അധ്യാപകരെ, ഞങ്ങളുടെ CTET തയ്യാറെടുപ്പ് സീരീസിലേക്ക് സ്വാഗതം. Today, we dive into one of the most crucial and scoring chapters for both CTET Paper 1 and Paper 2, Food and Nutrition. ഇന്ന് CTET പേപ്പർ 1-നും പേപ്പർ 2-നും ഏറ്റവും പ്രധാനപ്പെട്ടതും സ്കോർ ചെയ്യാൻ സാധ്യതയുള്ളതുമായ ഒരു അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്: ഭക്ഷണവും പോഷകാഹാരവും. Importance for CTET Paper 1, EVS. First, let's look at Paper 1, where food and nutrition is a core theme in the Environmental Studies EVS section. ആദ്യം പേപ്പർ 1-ൽ നോക്കാം. ഇവിടെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് EVS വിഭാഗത്തിലെ ഒരു പ്രധാന വിഷയമാണ് ഭക്ഷണവും പോഷകാഹാരവും. For Paper 1, the focus is on practical everyday knowledge that you need to teach primary school children. പേപ്പർ 1-നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രൈമറി സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട പ്രായോഗികവും ദൈനംദിനവുമായ അറിവിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ടോപ്പിക്സ് ലൈക്ക് റീജിയണൽ ഫുഡ് ഹാബിറ്റ്സ്, ഫുഡ് പ്രിസർവേഷൻ ടെക്നിക്സ് ആൻഡ് ദ റീസൺസ് ബിഹൈൻഡ് കുക്കിംഗ് മെത്തേഡ്സ് ആർ ഹൈലി ഇമ്പോർട്ടൻറ്റ്. പ്രാദേശിക ഭക്ഷണശീലങ്ങൾ, ഭക്ഷണം സംരക്ഷിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ, പാചകരീതികൾക്ക് പിന്നിലെ കാരണങ്ങൾ എന്നിവ പോലുള്ള വിഷയങ്ങൾ വളരെ പ്രധാനമാണ്. The chapter analysis shows that multiple questions, e.g., 6 questions in 2011, 5 in 2015, are asked consistently from this topic in previous years. മുൻ വർഷങ്ങളിൽ ഈ വിഷയത്തിൽ നിന്ന് സ്ഥിരമായി നിരവധി ചോദ്യങ്ങൾ, ഉദാഹരണത്തിന് 2011-ൽ 6 ചോദ്യങ്ങൾ, 2015-ൽ 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്ന് അധ്യായ വിശകലനം കാണിക്കുന്നു. We will cover the deficiency diseases like anemia, iron deficiency, and scurvy, vitamin C deficiency, which are frequently tested. പതിവായി പരീക്ഷിക്കപ്പെടുന്ന വിളർച്ച, ഇരുമ്പിന്റെ കുറവ്, സ്കർവി, വിറ്റാമിൻ സി കുറവ് പോലുള്ള പോരായ്മ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. Importance for CTET Paper 2, Science. Now, for Paper 2, this chapter falls directly under the Science section, where a deeper understanding is required. ഇനി പേപ്പർ 2-നെ സംബന്ധിച്ചിടത്തോളം ഈ അധ്യായം ശാസ്ത്ര വിഭാഗത്തിന് കീഴിൽ നേരിട്ട് വരുന്നു. അവിടെ കൂടുതൽ ആഴത്തിലുള്ള ധാരണ ആവശ്യമാണ്. You need to know the chemical composition and functions of macronutrients, carbohydrates, fats, protein. മാക്രോന്യൂട്രിയന്റുകളുടെ കാർബോഹൈഡ്രേറ്റ്സ്, കൊഴുപ്പ്, പ്രോട്ടീൻ, രാസഘടനയും പ്രവർത്തനങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. A key focus is the human digestive system, how digestion begins in the mouth, protein digestion starts in the stomach, and complete digestion occurs in the small intestine. മനുഷ്യന്റെ ദഹന വ്യവസ്ഥയാണ് പ്രധാന ശ്രദ്ധാകേന്ദ്രം. ദഹനം വായിൽ എങ്ങനെ ആരംഭിക്കുന്നു, പ്രോട്ടീൻ ദഹനം ആമാശയത്തിൽ എങ്ങനെ ആരംഭിക്കുന്നു, പൂർണ്ണമായ ദഹനം ചെറുകുടലിൽ എങ്ങനെ നടക്കുന്നു എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. The role of essential components like bile juice for fat digestion and the alkalinity of the small intestine are critical scientific concepts. കൊഴുപ്പ് ദഹനത്തിനുള്ള പിത്തരസം, ചെറുകുടലിലെ ക്ഷാരസ്വഭാവം എന്നിവയുടെ പങ്ക് നിർണായകമായ ശാസ്ത്രീയ ആശയങ്ങളാണ്. Understanding deficiency diseases like marasmus due to carbohydrate and protein deficiency and kwashiorkor due to protein deficiency is essential for Paper 2. Marasmus, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവയുടെ കുറവ് മൂലം, ക്വാഷിയോർക്കർ, പ്രോട്ടീന്റെ കുറവ് മൂലം തുടങ്ങിയ പോരായ്മ രോഗങ്ങൾ മനസ്സിലാക്കുന്നത് പേപ്പർ 2-ന് അത്യാവശ്യമാണ്. So whether you are aiming for Paper 1 EVS or Paper 2 Science, mastering the food and nutrition chapter is a guaranteed way to boost your score. അതുകൊണ്ട് നിങ്ങൾ പേപ്പർ 1 EVS നോ പേപ്പർ 2 സയൻസിനോ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും ഭക്ഷണവും പോഷകാഹാരവും എന്ന അധ്യായം നന്നായി പഠിക്കുന്നത് നിങ്ങളുടെ സ്കോർ വർദ്ധിപ്പിക്കാൻ ഉറപ്പാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ബേസിക് കമ്പോണൻസ് ഓഫ് ഫുഡ്. ഡോണ്ട് ഫർഗെറ്റ് ടു ടേക്ക് നോട്ട്സ്. ഭക്ഷണത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നോട്ട്സ് എടുക്കാൻ മറക്കരുത്. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ. കമ്പോണൻസ് ഓഫ് ഫുഡ്, ഭക്ഷണത്തിന്റെ ഘടകങ്ങൾ. ഫുഡ് കമ്പോണൻസ്, പേപ്പർ 1 and 2 ബേസിക്സ്. വാട്ട് ഈസ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ? Food is essential for the growth and development of an organism. ഒരു ജീവിയുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഭക്ഷണം അത്യാവശ്യമാണ്. The process of obtaining nutrients or food is called nutrition. പോഷകങ്ങളോ ഭക്ഷണമോ നേടുന്ന പ്രക്രിയയെ പോഷണം എന്ന് വിളിക്കുന്നു. Classification of nutrients. Nutrients are classified into 2 categories based on the quantity required by the body. ശരീരത്തിന് ആവശ്യമായ അളവിന്റെ അടിസ്ഥാനത്തിൽ പോഷകങ്ങളെ 2 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. Macronutrients required by the body in large amounts. Example, carbohydrate, fat and protein. മാക്രോ പോഷകങ്ങൾ, ശരീരത്തിന് വലിയ അളവിൽ ആവശ്യമായ പോഷകങ്ങൾ. ഉദാഹരണത്തിന് കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, പ്രോട്ടീൻ. Micronutrients required only in minute or very small amounts. Example, minerals and vitamins. മൈക്രോ പോഷകങ്ങൾ, വളരെ കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യമുള്ള പോഷകങ്ങൾ. ഉദാഹരണത്തിന് ധാതുക്കളും വിറ്റാമിനുകളും. എനർജി ആൻഡ് ബിൽഡിംഗ് ബ്ലോക്സ്, ഊർജവും നിർമ്മാണ ഘടകങ്ങളും.
Carbohydrates and fats energy sources. Carbohydrate. They are chemically made up of carbon, hydrogen and oxygen. ഇവ രാസപരമായി കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാൽ നിർമ്മിതമാണ്. Carbohydrate is the primary source of energy to all living beings on earth. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഊർജത്തിന്റെ പ്രാഥമിക ഉറവിടമാണ് കാർബോഹൈഡ്രേറ്റ്. കോമൺ ടൈപ്സ് ആർ സ്റ്റാർച്ച്, ഷുഗേഴ്സ് ആൻഡ് സെല്ലുലോസ്. സാധാരണയായി കാണപ്പെടുന്നവ അന്നജം, പഞ്ചസാര, സെല്ലുലോസ് എന്നിവയാണ്. സോഴ്സസ് സീരിയൽസ്, റൈസ്, വീറ്റ്, സ്വീറ്റ് പൊട്ടാറ്റോ, ഷുഗർ കെയിൻ, മിൽക്ക് ആൻഡ് ഹണി. ഉറവിടങ്ങൾ ധാന്യങ്ങൾ, അരി, ഗോതമ്പ്, മധുരക്കിഴങ്ങ്, കരിമ്പ്, പാൽ, തേൻ എന്നിവ. ഫാറ്റ്സ് കൊഴുപ്പുകൾ. ഫാറ്റ്സ് ആർ ദ റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് എനർജി ബട്ട് ആർ നോട്ട് ദ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി. കൊഴുപ്പുകൾ ഊർജത്തിന്റെ ഏറ്റവും സമ്പന്നമായ ഉറവിടമാണ്, എന്നാൽ ഇത് പ്രാഥമിക ഊർജ സ്രോതസ്സല്ല. 1 gram of fat gives about 9 kilocalorie, 37 kilojoules of energy. 1 gram കൊഴുപ്പ് ഓക്സീകരണം ചെയ്യുമ്പോൾ ഏകദേശം 9.0 കാലറീസ്, 37 kilojoules ഊർജം നൽകുന്നു. Functions. They act as a source of energy. Fats are stored in the body and act as an insulator to cold weather and any external shock. പ്രവർത്തനങ്ങൾ. അവ ഊർജ സ്രോതസ്സായി പ്രവർത്തിക്കുന്നു. കൊഴുപ്പുകൾ ശരീരത്തിൽ സംഭരിക്കുകയും തണുത്ത കാലാവസ്ഥയിൽ നിന്നും ബാഹ്യ ഷോക്കിൽ നിന്നും ഒരു ഇൻസുലേറ്ററായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പ്രോട്ടീനുകൾ. പ്രോട്ടീൻസ് ആർ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ദാറ്റ് മെയിൻലി കണ്ടെയ്ൻ നൈട്രോജൻ. പ്രോട്ടീനുകൾ പ്രധാനമായും നൈട്രജൻ അടങ്ങിയ സങ്കീർണമായ ജൈവ തന്മാത്രകളാണ്. They are made up of many amino acids, which are the basic units of proteins. പ്രോട്ടീനുകളുടെ അടിസ്ഥാന ഘടകങ്ങളായ അമിനോ ആസിഡുകൾ ചേർന്നാണ് ഇവ രൂപപ്പെടുന്നത്. ഫങ്ഷൻസ്. Paper 2. They are the structural component of the body required for building and maintaining body tissues. Enzymes and many hormones are made up of protein. പ്രവർത്തനങ്ങൾ. പേപ്പർ 2. അവ ശരീരത്തിന്റെ ഘടനാനുബന്ധ ഘടകമാണ്, ശരീരകലകൾ നിർമ്മിക്കുന്നതിനും നിലനിർത്തുന്നതിനും ആവശ്യമാണ്. എൻസൈമുകളും പല ഹോർമോണുകളും പ്രോട്ടീൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സോഴ്സസ് പൾസസ്, ലെഗ്യൂംസ്, നട്ട്സ്, മിൽക്ക്, ഫിഷ്, ലിവർ ആൻഡ് എഗ്സ്. ഉറവിടങ്ങൾ പയറുവർഗ്ഗങ്ങൾ, പരിപ്പ്, നട്ട്സ്, പാൽ, മത്സ്യം, കരൾ, മുട്ട എന്നിവ. മൈക്രോ ന്യൂട്രിയൻസ് ആൻഡ് റഫേജ്. മൈക്രോ പോഷകങ്ങളും പരുപരുത്ത വസ്തുക്കളും. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് റെഗുലേറ്ററി ഫങ്ഷൻസ്. വൈറ്റമിൻസ് വിറ്റാമിനുകൾ. They are required by the body in very small amounts. ശരീരത്തിന് ഇവ വളരെ ചെറിയ അളവിൽ ആവശ്യമാണ്. They are essential for proper metabolic functions and protect the body from various diseases. ശരിയായ മെറ്റബോളിക് പ്രവർത്തനങ്ങൾക്കും ശരീരത്തെ വിവിധ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ഇവ അത്യാവശ്യമാണ്. വൈറ്റമിൻസ് ആർ നോട്ട് സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി എക്സെപ്റ്റ് വൈറ്റമിൻ ഡി, വിറ്റാമിൻ ഡി ഒഴികെ. വിറ്റാമിനുകൾ ശരീരത്തിൽ സ്വയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. മിനറൽസ് ധാതുക്കൾ. They are also micronutrients that play an important role in the proper functioning and growth of the body. ഇവയും മൈക്രോ പോഷകങ്ങളാണ്, ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനത്തിലും വളർച്ചയിലും പ്രധാന പങ്ക് വഹിക്കുന്നു. Key examples. Paper 1 and 2. Iron for hemoglobin formation, calcium for strong bones and teeth, and iodine for proper functioning of the thyroid gland. പ്രധാന ഉദാഹരണങ്ങൾ. പേപ്പർ 1 and 2. ഇരുമ്പ് ഹീമോഗ്ലോബിൻ രൂപീകരണത്തിന്, കാൽസ്യം ശക്തമായ എല്ലുകൾക്കും പല്ലുകൾക്കും, അയോഡിൻ തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന്. റഫേജ് പരുപരുത്ത വസ്തുക്കൾ. ഇറ്റ് ഈസ് ദ ഫൈബർ പ്രസന്റ് ഇൻ സം ഫുഡ് ഐറ്റംസ് ലൈക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. പഴങ്ങളിലും പച്ചക്കറികളിലും കാണപ്പെടുന്ന നാരുകളാണ് ഇത്. റഫേജ് കൺസിസ്റ്റ്സ് മെയിൻലി ഓഫ് സെല്ലുലോസ്. റഫേജ് പ്രധാനമായും സെല്ലുലോസ് ഉൾക്കൊള്ളുന്നു. ഫങ്ഷൻസ്. പേപ്പർ 1. ഇറ്റ് ഹെൽപ്സ് ഇൻ ബവൽ മൂവ്മെന്റ്, ക്ലീൻസ് ഡൈജസ്റ്റീവ് ട്രാക്ട്സ് ആൻഡ് പ്രിവെന്റ്സ് കോൺസ്റ്റിപ്പേഷൻ. പ്രവർത്തനങ്ങൾ. പേപ്പർ 1. ഇത് മലബന്ധം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ദഹനനാളങ്ങൾ വൃത്തിയാക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു. ഡൈജസ്റ്റീവ് സിസ്റ്റം ദഹന വ്യവസ്ഥ. പേപ്പർ 2 ഫോക്കസ്. ഡൈജഷൻ പ്രോസസ്. പേപ്പർ 2 സയൻസ്. The process of digestion begins from the mouth, where saliva initiates the digestion of carbohydrates. ദഹന പ്രക്രിയ വായിൽ നിന്ന് ആരംഭിക്കുന്നു, അവിടെ ഉമിനീർ കാർബോഹൈഡ്രേറ്റിന്റെ ദഹനത്തിന് തുടക്കമിടുന്നു. Food goes into the stomach, where gastric juices are present and these are acidic in nature. ഭക്ഷണം ആമാശയത്തിലേക്ക് പോകുന്നു, അവിടെ ഗ്യാസ്ട്രിക് ജ്യൂസുകളുണ്ട്, അവ ആസിഡ് സ്വഭാവമുള്ളവയാണ്. Digestion of protein begins in the stomach. പ്രോട്ടീന്റെ ദഹനം ആമാശയത്തിൽ ആരംഭിക്കുന്നു. After the stomach, food passes into the small intestine, where an alkaline condition is present and complete digestion of food takes place. ആമാശയത്തിന് ശേഷം ഭക്ഷണം ചെറുകുടലിലേക്ക് പോകുന്നു, അവിടെ ഒരു ക്ഷാര സ്വഭാവമാണുള്ളത്, അവിടെ ഭക്ഷണത്തിന്റെ പൂർണ്ണമായ ദഹനം നടക്കുന്നു. Liver secretes bile juice, which aids in the digestion of fats and makes the alkaline condition in the small intestine. കരളിൽ നിന്ന് പിത്തരസം സ്രവിക്കുന്നു, ഇത് കൊഴുപ്പിന്റെ ദഹനത്തിന് സഹായിക്കുകയും ചെറുകുടലിൽ ക്ഷാര സ്വഭാവം ഉണ്ടാക്കുകയും ചെയ്യുന്നു.
The undigested food moves to the large intestine, where water is absorbed and feces are formed. ദഹിക്കാത്ത ഭക്ഷണം വൻകുടലിലേക്ക് നീങ്ങുന്നു. അവിടെ വെള്ളം ആഗിരണം ചെയ്യപ്പെടുകയും മലം രൂപപ്പെടുകയും ചെയ്യുന്നു. ഡെഫിഷ്യൻസി ഡിസീസസ്, പോരായ്മ രോഗങ്ങൾ. Deficiency diseases, key for paper 1 and 2. Deficiency diseases are caused due to the lack of one or more nutrients in the diet. ഭക്ഷണത്തിൽ ഒന്നോ അതിലധികമോ പോഷകങ്ങളുടെ കുറവ് മൂലമാണ് പോരായ്മ രോഗങ്ങൾ ഉണ്ടാകുന്നത്. വിറ്റമിൻ ഡെഫിഷ്യൻസി, വിറ്റാമിൻ കുറവ്. വിറ്റാമിൻ B1 thymine deficiency causes ബേരി. വിറ്റാമിൻ B1 തയാമിൻ കുറവ് ബെറി ഉണ്ടാക്കുന്നു. Vitamin B3 niacin deficiency causes pellagra, symptoms dermatitis, diarrhea, dementia. വിറ്റാമിൻ B3 നിയാസിൻ കുറവ് പെല്ലഗ്രി ഉണ്ടാക്കുന്നു. ലക്ഷണങ്ങൾ ചർമ്മരോഗം, വയറിളക്കം, മനോരോഗം. വൈറ്റമിൻ A retinol deficiency causes night blindness. വിറ്റാമിൻ A retinol കുറവ് നിശാന്തത ഉണ്ടാക്കുന്നു. വൈറ്റമിൻ C ascorbic acid deficiency causes scurvy, symptoms bleeding gums, pain in joints. വിറ്റാമിൻ C ascorbic acid കുറവ് സ്കർവി ഉണ്ടാക്കുന്നു. ലക്ഷണങ്ങൾ മോണയിൽ നിന്ന് രക്തം വരിക, സന്ധികളിൽ വേദന. വൈറ്റമിൻ D ഡെഫിഷ്യൻസി കോസസ് റിക്കറ്റ്സ് ഇൻ ചിൽഡ്രൻ. വിറ്റാമിൻ D കുറവ് കുട്ടികളിൽ റിക്കറ്റ്സ് കണരോഗം ഉണ്ടാക്കുന്നു. പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ് ഡെഫിഷ്യൻസി, പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് കുറവ്. മെറാസ്മസ് occurs in infants below 1 year due to deficiency of carbohydrates and proteins. മരാസ്മസ് കാർബോഹൈഡ്രേറ്റിന്റെയും പ്രോട്ടീന്റെയും കുറവ് മൂലം 1 വയസ്സിന് താഴെയുള്ള ശിശുക്കളിൽ ഉണ്ടാകുന്നു. Kwashiorkor occurs due to low protein diet. Affected child shows stunted growth and a protruding belly. Kwashiorkor പ്രോട്ടീൻ കുറവുള്ള ഭക്ഷണം കാരണം ഉണ്ടാകുന്നു. വളർച്ച മുരടിക്കൽ, വയറ് വീർക്കൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. മിനറൽ ഡെഫിഷ്യൻസി, ധാതുക്കളുടെ കുറവ്. അയൺ ഡെഫിഷ്യൻസി കോസസ് അനീമിയ, reduced number of RBCs and weakness. ഇരുമ്പിന്റെ കുറവ് വിളർച്ച അനീമിയ ഉണ്ടാക്കുന്നു. ചുവന്ന രക്താണുക്കളുടെ എണ്ണം കുറയുകയും ബലഹീനതയുണ്ടാവുകയും ചെയ്യുന്നു. Iodine deficiency causes goiter, swelling of thyroid gland. Iodine കുറവ് goiter ഉണ്ടാക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥി വീർക്കുന്നു. Practical knowledge, paper 1 focus, food preservation and cooking, paper 1 EVS. Cooking methods, പാചക രീതികൾ. Methods of cooking include baking, boiling, frying, grilling and roasting. പാചക രീതികളിൽ ബേക്കിംഗ്, തിളപ്പിക്കൽ, വറുക്കൽ, ഗ്രില്ലിംഗ്, റോസ്റ്റിംഗ് എന്നിവ ഉൾപ്പെടുന്നു. ഫുഡ് ഷുഡ് നോട്ട് ബി ഓവർകുക്ക്ഡ് ആസ് ഇറ്റ് വിൽ ഡിസ്ട്രോയ് ദ ന്യൂട്രിയൻസ്. ഭക്ഷണം അമിതമായി പാചകം ചെയ്യാൻ പാടില്ല, കാരണം അത് പോഷകങ്ങളെ നശിപ്പിക്കും. വാഷിംഗ് ടിപ്പ്: ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മസ്റ്റ് ബി വാഷ്ഡ് ബിഫോർ കട്ടിംഗ്. കഴുകുന്നതിനുള്ള സൂചന: പഴങ്ങളും പച്ചക്കറികളും മുറിക്കുന്നതിന് മുമ്പ് കഴുകണം. ഫുഡ് പ്രിസർവേഷൻ, ഭക്ഷണം സംരക്ഷിക്കൽ. വേരിയസ് വേസ് ഇൻക്ലൂഡ് പ്ലേസിംഗ് ഇൻ എ ഡാംപ് ക്ലോത്ത്, ഡ്രൈയിങ്, ഹീറ്റിംഗ്, പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക്, പിക്ലിംഗ്, റെഫ്രിജറേറ്റിംഗ്, ഫ്രീസിംഗ് ആൻഡ് കാനിംഗ്. നനഞ്ഞ തുണിയിൽ വെക്കുക, ഉണക്കുക, ചൂടാക്കുക. പാൽ പാസ്ചറൈസ് ചെയ്യുക, അച്ചാറിടുക, റെഫ്രിജറേറ്റ് ചെയ്യുക, ഫ്രീസ് ചെയ്യുക, ടിന്നിൽ അടയ്ക്കുക എന്നിവയാണ് വിവിധ രീതികൾ. എക്സാമ്പിൾ: പേപ്പർ 1. വെജിറ്റബിൾസ് ക്യാൻ ബി പ്രൊട്ടക്റ്റഡ് ബൈ പ്ലേസിംഗ് ദം ഇൻ എ ഡാംപ് ക്ലോത്ത് ലൈക്ക് ഗ്രീൻ കൊറിയാൻഡർ. ഉദാഹരണം: പേപ്പർ 1. പച്ചക്കറികൾ നനഞ്ഞ തുണിയിൽ വെച്ച് സംരക്ഷിക്കാം, പച്ച മല്ലിയില പോലെ. പിക്കിൾസ് ആർ പ്രിസർവ്ഡ് ഡ്യൂ ടു ഓയിൽ ആൻഡ് സോൾട്ട്. എണ്ണയും ഉപ്പും കാരണം അച്ചാറുകൾ സംരക്ഷിക്കപ്പെടുന്നു. റീജിയണൽ ഫുഡ് ഹാബിറ്റ്സ്, പ്രാദേശിക ഭക്ഷണശീലങ്ങൾ. ഹോങ്കോങ് ലിങ് ഹു ഫെൻ, മീറ്റ് ഓഫ് സ്നേക്ക്. ഹോങ്കോങ് ലിങ് ഹു ഫെൻ, പാമ്പിന്റെ ഇറച്ചി. കശ്മീർ ഫിഷ് കുക്ക്ഡ് ഇൻ മസ്റ്റാർഡ് ഓയിൽ. കാശ്മീർ കടുകെണ്ണയിൽ പാകം ചെയ്ത മത്സ്യം. ഗോവ കോസ്റ്റൽ സൗത്ത് ഇന്ത്യ, ഫിഷ് കുക്ക്ഡ് ഇൻ കോക്കനട്ട് ഓയിൽ. ഗോവ തീരദേശ തെക്കേ ഇന്ത്യ, വെളിച്ചെണ്ണയിൽ പാകം ചെയ്ത മത്സ്യം. കേരള ടാപ്പിയോക്ക ആൻഡ് കറി മെയ്ഡ് ഓഫ് കോക്കനട്ട്. കേരളം കപ്പയും തേങ്ങ കൊണ്ടുണ്ടാക്കിയ കറിയും. All right everyone, we have reached the end of our comprehensive session on food and nutrition. ശരി, എല്ലാവരും ശ്രദ്ധിക്കുക. ഭക്ഷണവും പോഷകാഹാരവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ സമഗ്രമായ സെഷന്റെ അവസാന ഭാഗത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. We covered everything from the basics of macro and micronutrients which are crucial for both paper 1 and paper 2 science. പേപ്പർ 1നും പേപ്പർ 2 സയൻസിനും നിർണായകമായ മാക്രോ മൈക്രോ പോഷകങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങൾ ഉൾപ്പെടെയെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. Remember, the key takeaways for paper 1 EVS are the practical aspects like regional food habits, simple deficiency diseases and food preservation methods. ഓർക്കുക, പേപ്പർ 1 EVSനുള്ള പ്രധാന കാര്യങ്ങൾ പ്രാദേശിക ഭക്ഷണശീലങ്ങൾ, ലളിതമായ പോരായ്മ രോഗങ്ങൾ, ഭക്ഷണം സംരക്ഷിക്കാനുള്ള വഴികൾ തുടങ്ങിയ പ്രായോഗിക വശങ്ങളാണ്. And for paper 2 science, focus deeply on the details of the digestive system, the chemical composition of proteins, and the effects of complex deficiencies like marasmus and kwashiorkor.
പേപ്പർ 2 സയൻസിന് വേണ്ടി ദഹനവ്യവസ്ഥയുടെ വിശദാംശങ്ങൾ, പ്രോട്ടീനുകളുടെ രാസഘടന, മരാസ്മസ്, ക്വാഷിയോർക്കർ തുടങ്ങിയ സങ്കീർണമായ പോരായ്മകളുടെ ഫലങ്ങൾ എന്നിവയിൽ ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. This chapter is a guaranteed source of high-scoring questions, so revise the vitamin and mineral deficiency table frequently. ഈ അധ്യായം ഉയർന്ന സ്കോറിംഗ് ചോദ്യങ്ങളുടെ ഉറവിടമാണ്. അതിനാൽ വിറ്റാമിൻ ധാതുക്കളുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളുടെ പട്ടിക പതിവായി റിവൈസ് ചെയ്യുക. Now your task is to solve all the previous year's questions related to this chapter. You have the knowledge now, it's time to apply it. ഇനി നിങ്ങളുടെ ടാസ്ക് ഈ അധ്യായവുമായി ബന്ധപ്പെട്ട മുൻവർഷങ്ങളിലെ എല്ലാ ചോദ്യങ്ങളും ചെയ്തു നോക്കുക എന്നതാണ്. നിങ്ങൾക്കിപ്പോൾ അറിവുണ്ട്, അത് പ്രയോഗിക്കേണ്ട സമയമാണിത്. Thank you for joining today's class. If you found this session helpful, please like this video and subscribe to our channel for more CTET preparation content. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്തതിന് നന്ദി. ഈ സെഷൻ നിങ്ങൾക്ക് സഹായകമായെങ്കിൽ കൂടുതൽ CTET തയ്യാറെടുപ്പുള്ളടക്കങ്ങൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. We will meet again in the next class to discuss our next important chapter. നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട അധ്യായം ചർച്ച ചെയ്യാൻ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഹാപ്പി സ്റ്റഡിങ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ CTET എക്സാം. സന്തോഷത്തോടെ പഠിക്കുക. നിങ്ങളുടെ CTET പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും.